ഞാൻ ആ വഴി ചെന്നില്ലായിരുന്നെങ്കിൽ ശ്യാമ മോള് നീ എന്തൊക്കെയാ മോളെ ഈ കാണിക്കുന്നേ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിലേ നിങ്ങൾ ആരും ഈ ഭൂമി കാണില്ലായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അത് നീന്തി കേറുന്നിടത്താ ജീവിതത്തെ നമ്മൾ തോൽപ്പിച്ചെന്ന് പറയുന്നത്. ഭീരുക്കളാ മോളെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ദൈവം തന്ന ആയുസ് എടുക്കാൻ നമുക്ക് അവകാശമില്ല. അത് ഭഗവാന് തന്നെ കൊടുക്കേണ്ടതാ. സമയമാവുമ്പോ അത് നമ്മൾ പോലും അറിയാതെ വന്നെടുത്തോണ്ട് പോവുകയും ചെയ്യും. അതുവരെ അത് ഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ഇനി എന്റെ മോൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്ക് വാക്കുതാ. അമ്മ. മോളെ എടി എന്താ ഇത്? എനിക്ക് ആരുമില്ല അമ്മ. ഭർത്താവില്ല, മക്കളുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മ. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അമ്മ. ക്ഷമേ, എന്തൊക്കെയാടി നീ പറയുന്നത്? ഇതിനാണോ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ? ഇതൊക്കെ നീ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്നതാ. നഷ്ടപ്പെട്ടതൊക്കെ നീയായിട്ട് തിരിച്ചു പിടിക്കുക വേണ്ടത്, അല്ലാതെ ഇതുപോലെ മണ്ടത്തരം കാണിക്കുകയല്ല വേണ്ടത്. രോഹിത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ പപ്പിമോൾ ഇപ്പോഴും നിന്റെ മോള് തന്നെയാ. ഈ സാഹസത്തിനൊരുങ്ങിയപ്പോ നീ എന്താ അത് ഓർക്കാത്ത? ഞാൻ നിനക്കവളെ അറിഞ്ഞു തന്നതാ. അതുപോലെ നോക്കൂന്ന് കരുതിയിട്ട്. എന്നിട്ട് നീ ഇപ്പൊ എന്താ കാണിച്ച? തന്നിഷ്ടത്തിന് പോയി ചാകാൻ പോയി. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മരിക്കാൻ നിന്ന് ഭൂമിയിൽ അതിനെ നേരം കാണൂ. അത് നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. എടി, നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും ഈ മുഖത്തൊരു വാട്ട ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. കാരണം ആ പ്രശ്നത്തെ മറികടക്കണമെന്ന് അമ്മ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മാർഗമില്ല.